ഇലക്ട്രിസിറ്റി ഇല്ലാത്ത, മോട്ടോർ ഇല്ലാത്ത, പൈപ്പ് ഇല്ലാത്ത കാലത്തെപ്പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അന്ന് വെള്ളം എന്നത് ഒരു ആവശ്യം മാത്രമായിരുന്നില്ല, അതൊരു യുദ്ധം തന്നെയായിരുന്നു. എങ്ങനെയായിരുന്നു പുഴകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും നമ്മുടെ പൂർവികർ വെള്ളമെടുത്തിരുന്നത്? 4000 വർഷങ്ങൾക്ക് മുൻപ് പുഴകളിൽ നിന്നും കുളങ്ങളിൽ നിന്നും എളുപ്പത്തിൽ വെള്ളമെടുക്കാൻ ആൻഷ്യന്റ് ഈജിപ്തിൽ ഷഡൂഫ് എന്നൊരു ഉപകരണം ഉണ്ടാക്കിയെടുത്തു. മരത്തടി കൊണ്ടായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. ഇത്തരത്തിൽ മരത്തടിയുടെ ഒരു ഭാഗത്ത് വെള്ളം കോരാൻ ഒരു ബക്കറ്റും മറുഭാഗത്ത് കൗണ്ടർ വെയ്റ്റുമായിരുന്നു ഇതിൻ്റെ പ്രധാന സെറ്റപ്പ്. ഈ കൗണ്ടർ വെയ്റ്റ് വെള്ളം പൊക്കിയെടുക്കുന്നത് എളുപ്പമാക്കും. ഇത് ഇന്ത്യയിലും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ ഇതിനെ ഏത്തം, ത്ലാവ് എന്നൊക്കെ വിളിക്കുന്നു. വളരെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഇത്തരത്തിൽ മൾട്ടി ലെവൽ ഷഡൂഫും ആ കാലത്ത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് 500 BC-യിൽ പേർഷ്യയിലും ഇന്ത്യയിലും വെള്ളമെടുക്കാൻ ഉപയോഗിച്ച ഉപകരണമാണ് പേർഷ്യൻ വീൽ അല്ലെങ്കിൽ സക്കിയ. ഇത്തരത്തിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം. ആദ്യകാലത്ത് മനുഷ്യരായിരുന്നു ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്. പിന്നീട് മൃഗങ്ങളെ വെച്ച് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ നാട്ടിലും ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ ഇതിനെ വിളിച്ചിരുന്ന പേര് അറിയാവുന്നവർ കമന്റ് ചെയ്യുക. പിന്നീട് മെറ്റലിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം 1800-കളിൽ ഹാൻഡ് പമ്പ് കണ്ടുപിടിച്ചു. മനുഷ്യന്റെ ശക്തി ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന ഉപകരണമാണ് ഹാൻഡ് പമ്പ്. ഇത് ലോകത്ത് എല്ലായിടത്തും ഉപയോഗിച്ച ഉപകരണമായിരുന്നു. നമ്മുടെ കുഴൽക്കിണറുകളിൽ വെള്ളം പമ്പ് ചെയ്യാൻ പണ്ട് ഉപയോഗിച്ചിരുന്നത് ഈ സിസ്റ്റമാണ്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഡീറ്റെയിൽഡായി നോക്കാം. ഹാൻഡ് പമ്പിന്റെ പ്രധാന ഭാഗമാണ് സിലിണ്ടർ. ഇത് ഹാൻഡിൽ ഈ രീതിയിൽ സിലിണ്ടറിൽ ഫിക്സ് ചെയ്തു വയ്ക്കും. ഇത് പിസ്റ്റൺ റോഡ്. ഇത് ഹാൻഡിലിൽ ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഇത് പിസ്റ്റണിൽ ഒരു നോൺ റിട്ടേൺ വാൾവ് ഇതുപോലെ ഫിക്സ് ചെയ്യും. സിലിണ്ടറിന്റെ താഴെ ഭാഗത്ത് മറ്റൊരു നോൺ റിട്ടേൺ വാൾവ് ഇതുപോലെ സെറ്റ് ചെയ്യും. ഇതുപോലെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കുന്ന രീതിയിൽ ഒരു പൈപ്പും സിലിണ്ടറിന്റെ അടിഭാഗത്തായിട്ട് ഫിക്സ് ചെയ്യും. ഇതാണ് ഔട്ട്ലെറ്റ്. ഇതുവഴിയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇത്രയും റെഡിയായി കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് പമ്പ് വെള്ളം പമ്പ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ഹാൻഡിൽ താഴേക്ക് കൊണ്ടുവരുമ്പോൾ പിസ്റ്റൺ വെർട്ടിക്കലി മേലേക്ക് പൊങ്ങുന്നു. ഈ സമയം പിസ്റ്റണിന്റെ താഴെ ഭാഗത്ത് ഒരു വാക്വം ഏരിയ ഉണ്ടാകുന്നു. അപ്പോൾ പിസ്റ്റൺ വാൾവ് അടയുകയും ഫുട്ട് വാൾവ് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വാക്വം കാരണം വെള്ളം മേലോട്ടേക്ക് ഉയരുകയും വാക്വം ഏരിയ ഫില്ലാവുകയും ചെയ്യുന്നു. ഇനി ഹാൻഡിൽ മേലേക്ക് ഉയർത്തുമ്പോൾ പിസ്റ്റൺ വാൾവ് ഓപ്പൺ ആവുകയും ഫുട്ട് വാൾവ് അടയുകയും ചെയ്യുന്നു. ഫുട്ട് വാൾവ് അടഞ്ഞതിനാൽ വെള്ളം റിട്ടേൺ പോകാതെ സിലിണ്ടറിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ഈ സമയം വെള്ളം പിസ്റ്റണിന് മേലേക്ക് വരികയും ചെയ്യുന്നു. അടുത്ത സൈക്കിളുകളിൽ ഹാൻഡിൽ മേലേക്കും താഴേക്കും ചലിപ്പിക്കുമ്പോൾ പിസ്റ്റണിന്റെ മൂവ്മെന്റ് കാരണം വെള്ളം മേലേക്ക് ഉയർന്നുയർന്നു വരുന്നു. സിലിണ്ടറിൽ വെള്ളം നിറയുമ്പോൾ ഔട്ട്ലെറ്റ് വഴി വെള്ളം പുറത്തേക്ക്
ഒഴുകാൻ തുടങ്ങുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. കൂടുതൽ 3D എക്സ്പ്ലനേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.